എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലവ് ദ ഖുർആൻ മാസ്റ്റർ ക്ലബിന്റെ ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂറത്തുൽ യൂനിസിലെ 34 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് ഇന്നിവിടെ ഞങ്ങൾ പാരായണം ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് റസീന താഹ. ഞാൻ സജില സമീർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل من شركائكم من يبدأ الخلق ثم يعيده قل الله يبدأ الخلق ثم يعيده فأنى تؤفكون. നബിയെ പറയുക, സൃഷ്ടി ആദ്യമായി തുടങ്ങുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളിയായി ചേർത്തവരുടെ കൂട്ടത്തിലുണ്ടോ? പറയുക, അള്ളാഹുവാണ് സൃഷ്ടി ആദ്യമായി തുടങ്ങുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്? قل هل من شركائكم من يهدي إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع أمن لا يهدي إلا أن يهدى فما لكم كيف تحكمون. നബിയെ പറയുക, സത്യത്തിലേക്ക് വഴികാട്ടുന്ന വല്ലവരും നിങ്ങൾ പങ്കാളിയായി ചേർത്തവരെ കൂട്ടത്തിലുണ്ടോ? പറയുക, അള്ളാഹുവത്രേ സത്യത്തിലേക്ക് വഴികാട്ടുന്നത്. ആകയാൽ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനാണോ അതല്ല ആരെങ്കിലും വഴി കാണിച്ചെങ്കിലല്ലാതെ നേർമാർഗം പ്രാപിക്കാത്തവനാണോ പിന്തുടരാൻ കൂടുതൽ അർഹതയുള്ളവൻ? അപ്പോൾ നിങ്ങൾക്ക് എന്തു പറ്റി? എങ്ങനെയാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്? وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون. അവരിൽ അധികം പേരും ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. തീർച്ചയായും സത്യത്തിന്റെ സ്ഥാനത്ത് ഊഹം ഒട്ടും പര്യാപ്തമാവുകയില്ല. തീർച്ചയായും അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു. وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. അള്ളാഹുവിന് പുറമെ ഈ ഖുർആൻ കെട്ടിച്ചമയ്ക്കപ്പെടാവുന്നതല്ല. പ്രത്യുത അതിന്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതും ദൈവീക പ്രമാണത്തിന്റെ വിശദീകരണവുമത്രേ അത്. അതിൽ യാതൊരു സംശയവുമില്ല. ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ്. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. അതല്ല അദ്ദേഹം കെട്ടിച്ചമച്ചതാണ് എന്നാണോ അവർ പറയുന്നത്? പറയുക, എന്നാൽ അതിന് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവയെല്ലാം വിളിച്ചുകൊള്ളുകയും ചെയ്യുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. بل كذبوا بما لم يحيطوا بعلمه ولما يأتيهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين. അല്ല, മുഴുവൻ വശവും അവർ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത അനുഭവ സാക്ഷ്യം അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെ അവർ നിഷേധിച്ചു തള്ളിയിരിക്കുകയാണ്. അപ്രകാരം തന്നെയാണ് അവരുടെ മുമ്പുള്ളവരും നിഷേധിച്ചു തള്ളിയത്. എന്നിട്ട് ആ അക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ. ومنهم من يؤمن به ومنهم من لا يؤمن به
فربك أعلم بالمفسدين. അതിൽ വിശ്വസിക്കുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്, അതിൽ വിശ്വസിക്കാത്ത ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. നിന്റെ രക്ഷിതാവ് കുഴപ്പമുണ്ടാക്കുന്നവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون. അവർ നിന്നെ നിഷേധിച്ചു തള്ളുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക, എനിക്കുള്ളത് എൻ്റെ കർമ്മമാകുന്നു, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മവും. ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും വിമുക്തനാണ്. ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. അവരുടെ കൂട്ടത്തിൽ നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരുണ്ട്. എന്നാൽ ബധിരന്മാരെ അവർ ചിന്തിക്കാൻ ഭാവമില്ലെങ്കിലും നിനക്ക് കേൾപ്പിക്കുവാൻ കഴിയുമോ? ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഉറ്റുനോക്കുന്ന ചിലരുണ്ട്. എന്നാൽ അന്ധന്മാർക്ക് അവർ കണ്ടറിയാൻ ഭാവമില്ലെങ്കിലും നേർവഴി കാണിക്കുവാൻ നിനക്ക് സാധിക്കുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.